ഹായ് ഹലോ. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പൂട്ടിക്കൽ ടീം അടുത്ത ഇത് വന്നിട്ടുണ്ട്. കുറേ നാൾ കൊണ്ട് ഈ പുള്ളിക്കാരൻ എയറിലാണ്. നമ്മുടെ മല്ലു ഫാമിലിയുടെ സുബിനെയും അദ്ദേഹത്തിൻ്റെ വൈഫിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ചാനൽ ആക്ച്വലി കാണാറില്ല. പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ടാർഗറ്റ് ചെയ്ത് അടിക്കുന്ന ആൾക്കാർ ടാർഗറ്റ് ചെയ്ത് അടിക്കുന്നവരിൽ ഒരാളാണ് ഈ സുബിനും അദ്ദേഹത്തിൻ്റെ വൈഫും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി, മല്ലു ഫാമിലി എന്ന് പറയുന്ന സംഭവം. അവർ ചെയ്യുന്നത് തികച്ചും എന്താണ് ഫാമിലി വ്ളോഗാണ്. ഇത് കാണാൻ ഒരു ഉളുപ്പുമില്ലാതെ കുറേ എണ്ണം പോയിരുന്ന് അവരുടെ മൈനസ് പോയിൻ്റ് എന്ത് പറയുന്നു എന്ന് വരെ കോണ്ടൻ്റ് ആക്കുന്ന ടീമുകളാണ്. ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു കുറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ സംഭവമാണ്. ഇതിന് മുമ്പ് കുറേ ഇഷ്യൂസ് ഇവരെ പറ്റി വന്നിട്ട് ഈ പറയുന്ന ചാനലുകൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു 2 ഇഷ്യൂ നമുക്കെടുത്ത് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കോണ്ടൻറ്റ് സുബിൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ഈ കോണ്ടൻറ്റ് മേക്കേഴ്സ് പിന്നെ കോണ്ടൻറ്റ് ഉണ്ടാക്കുകയല്ലാതെ ഒലക്കയുടെ മൂടാണോ? ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയനിലൊരു കോണ്ടൻറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് വലിയ ആനക്കുറ്റമാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാണണ്ടെന്നേ. നിങ്ങൾ എന്തിനാണ് അവരെ വിമർശിക്കാൻ പോകുന്നത്? കോണ്ടൻറ്റ് ഉണ്ടാക്കുന്ന ഭയങ്കര ആനക്കുറ്റമാണ്. അപ്പോൾ കോണ്ടൻറ്റ്, എല്ലാ കോണ്ടൻറ്റും മേക്കിഡാണ്. ഇവിടെ സിനിമ ഉണ്ടാക്കുന്നത് അത് കോണ്ടൻറ്റാണ്, അത് മേക്കിഡാണ്. അപ്പം സുബിൻ ചെയ്യുമ്പോൾ അതെല്ലാം കുറ്റം, എല്ലാം മോശം. ഇനി ഇഷ്യൂവിലേക്ക് വരാം. കൃത്യമായിട്ട് ഇഷ്യൂ എന്താണെന്നും കൂടെ അറിയുമ്പോഴാണ് രസം. അതായത് കഴിഞ്ഞ ദിവസം ഈ സുബിൻ്റെ വൈഫ് ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് വന്നു. അപ്പോൾ അതിനകത്ത് സുബിൻ്റെ വൈഫ് പറയുന്നുണ്ട് ഇത് വല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇതാണ്, അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള സ്ഥാപനമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പിന്നെ അതേ കണക്ക് ഇത് കിട്ടിയതിൽ വലിയ അഭിമാനമാണ്, ഇങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർ 1 വർഷം പഠിച്ചൊരു കോഴ്സ് BSS. ഈ കോഴ്സ് പഠിക്കാൻ നേരത്ത് 1 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് അവർ പറയുന്നത് അത് അവർക്ക് അഭിമാനമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. നേരെ മറിച്ച് ഈ സർട്ടിഫിക്കറ്റ് വലിയ വാല്യൂ ഇല്ലാത്തതാണെന്നാണ് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അവർ പഠിച്ചവർക്ക് അത് വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? എനിക്കതാ മനസ്സിലാവാത്തത്. വാല്യൂ ഉണ്ട്, അവർക്ക് വാല്യൂ ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ ഇതെടുക്കുമെന്ന് പറഞ്ഞത് വലിയ കുറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു വാല്യബിളും അല്ലെങ്കിലും ഈ പറയുന്ന കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ജോലി കിട്ടും. അപ്പം ഇതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സീലോ ഇതൊന്നും അവിടെ കാണാപ്പാടൊന്നുമല്ല. നിങ്ങൾ അവിടെ പോയി ട്രെയിനിങ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടുന്നത്. നിങ്ങൾക്ക് പിടിപാടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇവിടെ ചെറുകിട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാം. പിന്നെ ഈ BSS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന ഉടനെ ജോലി കിട്ടുന്നതെന്ന് ഉള്ളൊരു കോഴ്സൊന്നുമല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഈ ടീച്ചിങ് കോഴ്സിൻ്റെ ഒരു ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ അതിന് ഇപ്പം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇതിന് എക്സ്പ്ലനേഷനുമായിട്ട്, അപ്പോൾ അതിൻ്റെ പേര് കുറേ ആക്രമിച്ചു. അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലനേഷനുമായിട്ട് വന്നപ്പോൾ അയാൾ 1-2 വാക്കുകൾ പറയുന്നുണ്ട്. നമുക്കധികം വിദ്യാഭ്യാസമൊന്നുമില്ലല്ലോ എന്ന്. അയ്യോ, വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതിന് സുബിനെ പറയുന്നു. ഉളുപ്പുണ്ടോടാ? അതെന്താ ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ മോശമാണോ? ഇവിടെ കുറേ തെണ്ടികൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറ്റ്സ് മീ കൈസിൻ്റെ കുറേ അലവലാതി ഫ്രണ്ട്സ്, അത് അങ്ങനെ തന്നെ പറയാം. ഇറ്റ്സ് മീ കൈസിൻ്റെ കുറേ അലവലാതി ഫ്രണ്ട്സ് ടാർഗറ്റ് ചെയ്ത് ഈ മല്ലു ഫാമിലി എന്ന് പറയുന്നവരെ അടിക്കുവാണ്. ഉറപ്പായിട്ടും പറയാം, ഇവരെ താങ്ങുന്ന കുറച്ച് ചാനലുകൾ മാത്രമാണ്, ഈ കൈസിനെ താങ്ങുന്ന കുറച്ച് ചാനലുകൾ മാത്രമാണ് ഇവരെ ഇങ്ങനെ പോകുന്നത്. അവരുടെ ഫാമിലി ബ്ലോഗാണ്. ഒരു ഉളുപ്പില്ലാതെ പോയി കാണും. കണ്ടിട്ട് അതിനകത്തൊരു മൈന്യൂട്ട് കാര്യങ്ങൾ വരെ എടുത്തു വെച്ചിട്ട് അങ്ങ് അക്രമമാണ്. എടാ, ഇവിടെ അവന് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുമ്പോൾ അവന് ഈ പ്രൈമറി +2 മറ്റോ ആണ്. അപ്പോൾ അവന് അടിസ്ഥാനപരമായിട്ട് അവന് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കൊരു പ്രചോദനമാണ്. അതെന്താ, അവർ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല, അവനൊരു യൂട്യൂബർ പോലും ആവാൻ പോകത്തില്ല, ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്നവനൊരു കൈത്താങ്ങാവുന്നതിൽ എന്താണ് തെറ്റ്? ഇവിടെ പഠിക്കുന്നവർക്ക് മാത്രമുള്ള ലോകമാണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം, എക്സ്പെഷ്യലി അതുൽ, എടാ വിദ്യാഭ്യാസം ഇല്ലാത്തവന് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവനത് പറയാൻ അഭിമാനത്തോടെ പറയാനുള്ള അവകാശമുണ്ട്. അത് ഇത്ര വലിയ കുറ്റമായിട്ടൊന്നും പറയരുത് അതിലെ. അപ്പം രണ്ടാമത്തെ കാര്യം, ഇനിയുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് അവർ പഠിച്ചതിൽ അഭിമാനമാണെന്ന് തോന്നുന്നത്. ഒരു കുഴപ്പമില്ല. അവർ 1 വർഷം പഠിച്ചു, കഷ്ടപ്പെട്ടു, നല്ല മാർക്ക് 3ാം റാങ്കിൽ, ആ സ്ഥാപനത്തിൽ പഠിച്ചവരിൽ 3ാം റാങ്കിൽ ആ സ്ത്രീ പാസ്സായി. അതിലവർക്ക് അഭിമാനമുള്ളതിന് നിനക്കൊക്കെ എന്താണ്? പിന്നെ ഉള്ള കാര്യം, സർട്ടിഫിക്കറ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. അത് ആ കുട്ടിക്ക് എങ്ങനെ അറിയാൻ പറ്റും? സീരിയസ് ആയിട്ടും അവർ ആ ക്ലാസ്സിൽ പറയുന്നത്. ഇപ്പം നിങ്ങൾ
ഇപ്പോൾ അതുലും അല്ലെങ്കിൽ കൈസും ഒക്കെ പറയുന്നത് വെച്ച് ഞാൻ ഈ 2 വീഡിയോയിലാണ് ഇദ്ദേഹം മോശമായിട്ട് അവരെ പറയുന്നത് കേട്ടെ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് വെച്ചാണെങ്കിൽ നാളെ മുതൽ നമ്മളൊരു പേസ്റ്റ് വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ ബ്രാൻഡ് ഏതാണ്, അതിന് ISO മുദ്രയുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കി പോകണം. അപ്പം നമ്മളൊരു കോഴ്സ് പഠിക്കാൻ പോകുന്നു, ആ സ്ഥാപനത്തിൽ പോയി അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ അറിയാവുന്നവരൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അറിയാവുന്നവരുടെ ആ കിട്ടുന്ന വിവരങ്ങൾ വെച്ചാണ് നമ്മൾ കോഴ്സ് പഠിക്കുന്നത്. അതിപ്പോൾ ISO ആണോ അതാണോ ഇതാണോ എന്നൊക്കെ നോക്കി അങ്ങനെ ചെയ്താൽ നല്ലതാണ്. നേരെ മറിച്ച് ഈ കോഴ്സ് പഠിക്കുന്നവർ വാല്യൂ അല്ല. ഇനി മേ ബി ഇവർ ചെയ്യുന്ന ഈ ഒരു നെഗറ്റീവ് കൊണ്ട് പറയാം, ഇവർ കഷ്ടപ്പെട്ട് ഈ സ്ഥാപനം, ഞാൻ സ്ഥാപനത്തിൻ്റെ പേര് പറയാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ പേരിൽ അവന് പ്രൊമോഷൻ കിട്ടണ്ട. ഞാനൊരു ചെറിയ യൂട്യൂബർ ആണെങ്കിലും എൻ്റെ പേരിൽ, കാര്യം ഇവന്മാർ ഈ സ്ഥാപനത്തെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, കാര്യം 4 പേര് ഇനി ശ്രദ്ധിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ പറയുന്ന അവർ എന്താ പറയുന്നത്, ഈ പറയുന്ന സ്ഥാപനത്തിൽ പോയിട്ട് ആരെങ്കിലും ജോലി കൊടുക്കാനും കൂടെ തയ്യാറാവുകയാണെങ്കിൽ കൂടെ അതും കൂടെ ഇല്ലാതാകണം. അതാണ് ഇത്തരക്കാരുടെ ആഗ്രഹം. എന്തോ ആയിക്കോട്ടെ, എന്ന് വെച്ചാൽ അവിടെ പഠിക്കുന്നവരുടെ എണ്ണം കുറയും, ഒരിക്കലുമില്ല. ഇപ്പം മല്ലു ഫാമിലി ആക്രമിക്കാൻ നേരത്ത് സ്വാഭാവികമായിട്ടും അവരെ അതിലംഗങ്ങൾക്ക് ആർക്കെങ്കിലും കോഴ്സൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ പോകും. പിന്നെ പറയുന്നിട്ട് അതുലിൻ്റെ ഭാഗത്തുനിന്ന് കേട്ടൊരു ഡയലോഗാണ്, ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് 3 എണ്ണം ഉണ്ടല്ലെന്ന്. നീ ഏത് ഡിഗ്രിക്കാരാണ് പഠിച്ചത്? ഏത് ഡിഗ്രി സർട്ടിഫിക്കറ്റിനാണ് ഒരൊറ്റ സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെ തന്നിട്ട്? എൻ്റെ അറിവിൽ 3 സർട്ടിഫിക്കറ്റ് എല്ലാ കോഴ്സിനും ഉണ്ട്. അപ്പം 10ാം ക്ലാസ്സിൽ 2 സർട്ടിഫിക്കറ്റ്, +2ന് 2 സർട്ടിഫിക്കറ്റ്, തുടർന്ന് പോകുന്നതിനെല്ലാം ഉണ്ട്. അതിന് സർട്ടിഫിക്കറ്റ് എന്ന് മാത്രമല്ല പേര്, 3 സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു. അത് ഇത്ര വലിയ ആനക്കുറ്റമാണോ? ഒന്ന് മാർക്ക് ലിസ്റ്റ്, ഒന്ന് ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, മൂന്നാമത്തേത് കോഴ്സ് സർട്ടിഫിക്കറ്റ്. ഈ 3 സാധനവും എല്ലാ ഇതിനും ഉണ്ട്. അത് ഡിപ്ലോമ ആയാലും എല്ലാത്തിനും ഉണ്ട്. ഇപ്പോൾ പൊട്ടത്തരങ്ങളെ എഴുന്നള്ളിക്കുമ്പോൾ യൂട്യൂബറാണ്, ഞാൻ വലിയ ഇൻഫ്ലുവൻസറാണ്, പക്ഷേ എനിക്ക് പൊട്ടത്തരങ്ങൾ പറയാം, ഞാൻ പറയുന്നത് എല്ലാം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇറ്റ്സ് മീ കൈസും എന്താ പറയുന്നത് ഇവരൊക്കെ വന്നുകൊണ്ട് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി ഒരു പരീക്ഷ എഴുതുവാണെങ്കിൽ മാർക്ക് ലിസ്റ്റ് തരാതെ ഒരു സർട്ടിഫിക്കറ്റ് തരുവാണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അത് തെറ്റാണ്. അതാണ് മനസ്സിലാക്കുക. അപ്പോൾ 1 മാർക്ക് ലിസ്റ്റ് വേണം, 2 നിങ്ങളുടെ ജയിച്ച സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നവരുണ്ട്, എലിജിബിൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തോറ്റ സർട്ടിഫിക്കറ്റ്. എലിജിബിൾ സർട്ടിഫിക്കറ്റ് തരണം. മൂന്നാമതായി നിങ്ങൾക്ക് കിട്ടേണ്ട സാധനമാണ് കോഴ്സ് സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾ ജയിച്ചാലും തോറ്റാലും ആ സാധനം നിങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. ഈ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഗ്രാജുവേറ്റഡ്, ഈ എലിജിബിൾ സർട്ടിഫിക്കറ്റ് ഗ്രാജുവേറ്റഡ് സർട്ടിഫിക്കറ്റ് എന്നും പറയും. ഗ്രാജുവേറ്റഡ് സർട്ടിഫിക്കറ്റ്, കോഴ്സ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ്, ഇത് 3ഉം തരും. അപ്പോൾ ഈ സുജിൻ എന്ത് ചെയ്താലും തെറ്റാണ്. അത് ഡിപ്ലോമയ്ക്ക് 3 സർട്ടിഫിക്കറ്റ് വന്ന് അത് തെറ്റ്. അല്ലെങ്കിൽ സുജിൻ എൻ്റെ ഭാര്യ പഠിച്ച സ്ഥാപനം മോശമാണ്, അതുകൊണ്ട് സുജിൻ്റെ ഭാര്യ പഠിച്ച സ്ഥാപനത്തെ പറ്റി അവർക്ക് പറയാൻ പാടില്ല. അവർ പഠിച്ചു എന്നുള്ളതിന് തന്നെ ഉദാഹരണമാണ് അവർ ആ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്ത പ്രമോഷൻ വരെ അവർ പറയുന്നെന്നുള്ള കാര്യം. അല്ലാതെ വേറെ കാര്യമുണ്ട്, ഈ സുജിനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്യേണ്ട ഇത് അല്ല. കാര്യം ഇവർക്ക് ഒരുപാട് ബിസിനസ് ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവർ പൈസ കൊടുത്തിട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ 1 വർഷം അവിടെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? 1 വർഷം പഠിച്ച് ഒരു സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്തിട്ട് അവർ കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവരാഗ്രഹിച്ച് പഠിച്ചൊരു കാര്യം അത് അവർ പറഞ്ഞു, ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് അല്ല, അല്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ല, അത് പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ പറഞ്ഞ് മാന്യമായിട്ട് ചെയ്യാം. ഇതിന് ഇവരെ അങ്ങ് എന്ത് പറഞ്ഞാലും ഇത് ചെയ്യുക. ഇനി എനിക്ക് സുബിനോടും ഇവരോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ISO സർട്ടിഫിക്കറ്റ് ആണോ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് ജെട്ടി വരെ വാങ്ങാവൂ. എൻ്റെ പൊന്നനിയ, നീ ജെട്ടി ഇട്ടിട്ട് നീ വീഡിയോ എടുക്കുന്ന സമയത്ത് നിൻ്റെ ഡ്രസ്സും കാണുമ്പോൾ ഞാൻ ജെട്ടിയുടെ ISO സർട്ടിഫിക്കറ്റ് ഇവന്മാർ തപ്പും. കാര്യം നിന്നെ ടാർജറ്റാണ്. നിന്നെ ഈ പറയുന്ന ഇറ്റ്സ് മീ കൈസിന് കൊട്ടേഷനാണ്. ഞാൻ സീരിയസ് ആയിട്ടും സുബിനോട് പറയുകയാണ്, ടാർജറ്റ് ചെയ്ത് നിന്നെ അടിക്കുവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഇനി വ്യക്തമായിട്ട് പറയാം. കുറേ ആൾക്കാരുണ്ട് ഈ പറയുന്ന സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ അവർ ടാർജറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടാർജറ്റഡ് ഇതാണ്, കൊട്ടേഷനാണ്. ഓരോ ചാനലിൻ്റെ കൊട്ടേഷൻ, ഓരോ ഇതിൻ്റെ കൊട്ടേഷൻ, അത് ഈ വഴിയേ ചെയ്യാൻ പറ്റും. പിന്നെ ചില ആൾക്കാരുടെ കൊട്ടേഷൻ, ചില ഡയറക്ടേഴ്സിൻ്റെ കൊട്ടേഷൻ. സ്റ്റാർ മാജിക്കിൽ അനൂപിനെതിരെ ഒരു കൊട്ടേഷനുണ്ട്. അതായത് സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടറാണ് മിസ്റ്റർ അനൂപ് എന്ന് പറയുന്നത്. പുള്ളിക്കെതിരെ വേറൊരു ഡയറക്ടർ ഇവന് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കണക്കുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിശ്വസിക്കാതിരിക്കുക. സുബിൻ ചെയ്തത് തെറ്റുണ്ട്, ഇല്ലയെന്നും തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ?
അങ്ങോട്ട് അക്രമമാണ്. അയാൾ മനുഷ്യനായിട്ടോ തെറ്റുപറ്റും, ഞാനും നീയൊക്കെ തെറ്റുപറ്റും നടക്കുക, എന്നെ അയാൾക്കും തെറ്റുപറ്റും. അയാൾ അതിന് പറ്റുന്ന കണക്ക് എക്സ്പ്ലനേഷൻ പറഞ്ഞു. അയാൾക്ക് വിദ്യാഭ്യാസം ഇല്ല, അയാൾ +2 ആണ്. അതിനെന്താണ് എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്. ഒരു +2 പഠിച്ചവന് എല്ലാ സർട്ടിഫിക്കറ്റിനെ പറ്റി അംഗീകാരത്തെ പറ്റി അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? എനിക്കറിയില്ല, എനിക്കെന്തായാലും പറ്റത്തില്ല കേട്ടോ. ഞാൻ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയ ഒരാളാണ്, ഞാൻ BHS ഡിഗ്രിയാണ്. അപ്പോൾ അത് എനിക്ക് പോലും അത് കണ്ടുപിടിക്കാൻ ഒക്കില്ല. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഈ പറയുമാതിരി എല്ലാ മനുഷ്യർക്കും എല്ലാ സർട്ടിഫിക്കറ്റിനെ പറ്റി അറിയണമെന്നൊന്നുമില്ല. അവർ ചിലപ്പോൾ അന്വേഷിച്ചപ്പോൾ റോങ് ആയിട്ടുള്ള സ്ഥലത്തും ആയിരിക്കും അന്വേഷിച്ച്. അവർ പോയി അത് അഭിമാനത്തോടെ പിടിക്കുന്നതിൽ തെറ്റില്ല, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതിനെ മാന്യമായിട്ട് വീഡിയോ ഇട്ട് ചെയ്താൽ. ഇതൊരുമാതിരി അവരെന്ത് ചെയ്താലും, അവർ മിണ്ടുന്നത് കുറ്റം, അവർ പറയുന്നത് കുറ്റം, അവർ ബാത്റൂമിൽ പോയ കുറ്റം, അവരുടെ ജെട്ടിയുടെ സൈസ് നോക്കിയ കുറ്റം, അല്ലെങ്കിൽ അധികം ISOമാർ കൊണ്ടുവന്ന് നോക്കുന്നു. ഇതൊക്കെ എന്തോ നടക്കും? ഇതെന്തോ സൈബർ ഗുണ്ടായിസോ? മര്യാദയ്ക്ക് വീഡിയോ ഊക്കലാവാം. ഉപദേശവും പിന്നെ ആമ്പൽ എല്ലാവർക്കും ഇഷ്ടമാണ്, ഇതിവിടെ വേണ്ട. ഓക്കെ, അപ്പം ഇതിൻ്റെ എതിരെ കുറേ കമൻറ്റുകൾ വരും. ഉറപ്പാണ് ഇവിടെ ആക്രമിക്കപ്പെടുന്നവർക്ക് എന്താണ് ഒരു സപ്പോർട്ടായിട്ട് നമ്മുടെ ചാനൽ കാണും. നിങ്ങളിനി എന്ത് പറഞ്ഞാലും കാണും. അത് എൻ്റെ ഒരു ദൗത്യമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു. മനസ്സിലായില്ലേ? ഇവിടെ ആക്രമിക്കപ്പെടുന്നവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന ആളെ ഇല്ലാതാക്കാൻ വേണ്ടി, ഈ സുബിനെയും ഇവരെയൊന്നും മല്ലു ഫാമിലി എന്ന് പറയുന്ന ചാനൽ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ആന കുറ്റമൊന്നും അവർ ചെയ്തിട്ടില്ല. ഇതിലും വലിയ ഫേക്ക് പ്രമോഷൻ നടത്തിയവർ ഇവരുടെ കൂടെ തന്നെ ഉണ്ട്. ഈ ജാസ്മിനൊക്കെ എന്താണ് ചെയ്തത്? ഒരാളുടെ ജീവിതം തകരുന്ന കണക്ക് അവരുടെ സൗന്ദര്യത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രമോഷൻ ചെയ്തിട്ടില്ലേ? അവരൊക്കെ ഇവർക്ക് ന്യായീകരിക്കാം, അത് മുക്കാം, ഇവരുടെ ഇതിനകത്തെല്ലാം വീഴാം. ഇതാണ് കൈസൊക്കെ. അപ്പം താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.